സ്വയംവര സിൽക്സിന്റെ കൊച്ചി ഇടപ്പള്ളിയിലെ ഷോറൂം ഉദ്ഘാടനം നടൻ മോഹൻലാൽ അല്പസമയത്തിനകം നിർവഹിക്കും. VK ഇബ്രാഹിം കുഞ്ഞ് MLA, ഫ്ലവേഴ്സ് TV MD ആർ ശ്രീകണ്ഠൻ നായർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് അവിടെ നിന്നും, ടോം കുര്യാക്കോസ്. ടോം, എന്ത് തന്നെയായാലും വർക്കലയിൽ നിന്ന് ഇടപ്പള്ളിയിലേക്ക് എത്തുകയാണ് സ്വയംവര സിൽക്സ്. ഉദ്ഘാടനം അല്പസമയത്തിനുണ്ടാകുമെന്ന് അറിയുന്നു. അവിടെ നിന്നുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്ത്യന, കൊച്ചിക്കാർക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. സ്വയംവര സിൽക്സ് കൊച്ചിയിലേക്ക് കൂടി ചുവടുവെക്കുന്നു. സ്വയംവര സിൽക്സിന്റെ 4ാമത്തെ ഷോറൂം കൊച്ചി ഇടപ്പള്ളിയിൽ തുടങ്ങിയിരിക്കുന്നു. ലുലു മാളിന് നേരെ എതിർവശത്തായിട്ട് 4 നില കെട്ടിടത്തിലായി 40,000 ചതുരശ്ര അടിയിലാണ് സ്വയംവര സിൽക്സ് പ്രവർത്തനം ആരംഭിക്കുന്നത്. മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ അല്പസമയത്തിനകം തന്നെ ഈ സ്വയംവര സിൽക്സിന്റെ ഈ കൊച്ചിയിലെ ഷോറൂം ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ ഈ സ്വയംവര സിൽക്സിന്റെ ഉദ്ഘാടന കർമ്മം കാണുവാൻ വേണ്ടി ലാലേട്ടനെ കാണുവാൻ വേണ്ടി വലിയ തോതിലുള്ള ഒരു ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പ്രമുഖ വ്യക്തികൾ, ഫ്ലവേഴ്സ് TV MD ശ്രീകണ്ഠൻ നായർ, ഒപ്പം മുൻ മന്ത്രി കളമശ്ശേരി MLA കൂടിയായ VK ഇബ്രാഹിം കുഞ്ഞ്, റുഖിയ ജമാൽ, കളമശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ, സിനിമാ താരങ്ങൾ ദിനേശ് പണിക്കർ, സാജൻ സൂര്യ ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റീസ് ഉൾപ്പെടെ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇവിടുത്തെ ഈ താരങ്ങളോട് തന്നെ ചോദിക്കാം. സ്വയംവര സിൽക്സ് തെക്കൻ കേരളത്തിൽ നിന്ന് മധ്യ കേരളത്തിലേക്ക് കൂടി എത്തുകയാണ്. എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? എന്താണ് പൊതുവെ ഈ ഒരു സ്വയംവര സിൽക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേകതയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയേണ്ടത്. കാരണം നമ്മൾ സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരാളാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റിലുള്ള എല്ലാവരും. അവരോടുള്ള പെരുമാറ്റം, നമ്മളോടുള്ള സമീപനം, എസ്പെഷ്യലി നമ്മളെന്ന് പറയുമ്പോൾ ഞങ്ങളെന്നല്ല, ഞങ്ങളെപ്പോലുള്ള കസ്റ്റമേഴ്സിനോടത്തുള്ളൊരു സമീപനം ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ സ്വയംവരയുടെ ഇത്രയും വളർച്ചയ്ക്ക് കാരണം. ലാലേട്ടൻ ഈ ഒരു ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നു. എന്താണ് ലാലേട്ടനൊപ്പം നിങ്ങളും വലിയ താരങ്ങൾ കൂടി പങ്കെടുക്കുന്ന ഒരു ചടങ്ങ്? എന്താണ് ഈ ചടങ്ങിൻ്റെ വലിയൊരു പ്രത്യേകത എന്തായിട്ട് തോന്നുന്നത്? പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ മോഹൻലാലിൻ്റെ അച്ഛനായിട്ട് ഇപ്പോൾ ലാലിൻ്റെ കൂടെ തന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വരാനുള്ള സൗകര്യം കിട്ടി. രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ ഒരു അസോസിയേഷൻ ഉണ്ട്, അസോസിയേഷൻ ഓഫ് ടെലിവിഷൻ മീഡിയ ആർട്ടിസ്റ്റ്. അതിൻ്റെ ആൾക്കാർ ഞങ്ങളെല്ലാവരും മോഹൻലാലിനെ മനുഷ്യനായിട്ടല്ല, അല്ലെങ്കിൽ താരമായിട്ടല്ല, ഞങ്ങൾ ദൈവമായിട്ട് കാണുന്ന ആൾക്കാരാണ്. കാരണം നടനത്തിൻ്റെ ഏറ്റവും മുകളിലെത്തിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഫംഗ്ഷനിൽ ഇരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. സ്വയംവര സിൽക്സ് പൊതുവെ നിലവിൽ വർക്കല, ആറ്റിങ്ങൽ, കൊട്ടാരക്കര ഈ പ്രദേശത്ത് മധ്യ കേരളത്തിലേക്ക് ആദ്യമായിട്ടാണ്, പ്രത്യേകിച്ചും കൊച്ചിയിലേക്ക്. കൊച്ചി സാധാരണ ഒരു ട്രെൻഡ് സെറ്റേഴ്സിൻ്റെ ഒരു ഏരിയ ആണ്. ഇത്രയും വൈകാനുള്ളൊരു കാരണം എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അല്ല, സ്വയംവര സിൽക്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഒരു തുടക്കമാണ്. അതിൻ്റെ MD എന്ന് പറയുന്നത് നമ്മുടെ അഡ്വക്കേറ്റ് ശങ്കരകുട്ടി സാർ, അദ്ദേഹം ഒരു എളിമയുടെ പ്രതീകമാണ്. അപ്പോൾ ആ ഒരു സ്ലോ ആൻഡ് സ്റ്റഡി വിൽ വിൻ ദ റേസ് എന്ന് പറയുന്ന പോലെ ചെറിയ രീതിയിൽ തുടങ്ങി വലുതായി വളരുന്നതായിരിക്കും അതിൻ്റെ ഒരു ലാലേട്ടനോടൊപ്പം ശങ്കരകുട്ടി സാറും അദ്ദേഹത്തിന്റെ വൈഫ് ആബിദയും ജോയിൻ ചെയ്തിരിക്കുകയാണ്. കൊച്ചി നമ്മുടെ സ്വന്തം കൊച്ചിയുടെ പൊന്നുകളായി നമ്മുടെ സ്വയംവര സിൽക്സിന്റെ ഉദ്ഘാടന വേളയിൽ നമ്മുടെ സ്വന്തം ലാലേട്ടൻ, the mega star, the complete actor, ലാലേട്ടൻ വീശം വീരിച്ച് ആടിന്റെ ചങ്കിലെ ചോര ഓടിക്കും. അതാണ് എന്റെ ആരോഗ്യ രഹസ്യം, എന്റെ ജീവൻ. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്.
സ്വയംവര സിൽക്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ശങ്കരൻകുട്ടി, ഇവിടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മറ്റ് വിശിഷ്ടാതിഥികൾ, എല്ലാറ്റിനുമുപരി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ ഉദ്ഘാടനത്തിയ നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ നമസ്കാരം. വസ്ത്രവ്യാപാര രംഗത്ത് നമ്മൾ ഭാരതീയർ അഗ്രഗണ്യരാണെന്ന് ചരിത്രങ്ങൾ പറയുന്നു, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തെളിയിച്ചിട്ടുള്ളതാണ്. അതുപോലെ വസ്ത്രവ്യാപാര രംഗത്ത് 24 വർഷത്തെ സേവന പാരമ്പര്യവുമായിട്ടാണ് സ്വയംവര സിൽക്സ് തൻ്റെ 4ാമത്തെ ഷോറൂമായ കൊച്ചി ഇടപ്പള്ളി ഷോറൂം ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഈ ഒരു നല്ല കർമ്മത്തിന്, ഇതിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ച മിസ്റ്റർ ശങ്കരൻകുട്ടിക്കും സ്വയംവരയുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കുമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. മറ്റ് ഷോറൂമുകളിൽ നിന്ന് ലഭിച്ച വിശ്വാസവും വിജയവും സ്നേഹവും അവർക്ക് കൊച്ചി ഇടപ്പള്ളി ഈ ഷോറൂമിൽ നിന്ന് ഉണ്ടാകട്ടെ. നല്ലവരായ നാട്ടുകാരിൽ നിന്ന് അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഏറ്റവും വലിയൊരു വിജയം വരിച്ച കേരളത്തിലുടനീളം, കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും സ്വയംവരയുടെ ശബ്ദം ഒഴുകി കേൾക്കട്ടെ, വളർന്ന് പന്തലിച്ച് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ ഷോപ്പിംഗ് അനുഭവം തീർച്ചയായിട്ടും സ്വയംവര നിങ്ങൾക്ക് നൽകും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തോടു കൂടി ഈ സ്വയംവര സിൽക്സിൻ്റെ 4ാമത്തെ ഷോറൂം ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. നന്ദി, നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ 7 മണി മുതൽ ലാലേട്ടനെ കാണാനായിട്ട് ഇവരെല്ലാവരും വന്ന് നിൽക്കുകയാണെന്ന് വേണം പറയാനായിട്ട്. ശരിക്കും ലാലേട്ടൻ എന്ന് പറയുന്ന ഈ ഒരു സാന്നിധ്യം ശങ്കരൻകുട്ടി സാറിന്റെ ഒരു വലിയൊരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണല്ലേ, നമ്മുടെ ഒരു ഷോറൂം ഉദ്ഘാടകനായിട്ട് ലാലേട്ടനെ കൊണ്ടുവരണം എന്നുള്ളത്. സോ ഈ ധന്യമായ മുഹൂർത്തത്തിൽ എന്താണ് സാർ പറയാനുള്ളത്? നമ്മുടെ ഈ ഷോറൂമിന് ലാലേട്ടനേക്കാളും നല്ലൊരു ആൾ എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ലാലേട്ടൻ അത് നമുക്ക് സമർപ്പിക്കുകയാണ്. എല്ലാവരുടെയും സ്നേഹം സഹകരണം ആവശ്യമുണ്ട്. നമസ്കാരം. ലാലേട്ടന് സർപ്രൈസ് ഒരുക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് മാസ്ക് ഒക്കെ വെച്ചിട്ട് ലാലേട്ടന്റെ ഈ ഒരു 39 വർഷത്തെ ഈ ഒരു യാത്രയിൽ നമുക്ക് സമ്മാനിച്ച മികച്ച കഥാപാത്രങ്ങൾ കോർത്തിണക്കിയിട്ടുള്ള മാസ്കുകളായിട്ട് കുറേ ലാലേട്ടന്മാർ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു സർപ്രൈസ് ആയിട്ട്. സോ ലാലേട്ടന്റെ പേഴ്സണൽ ഫേവറേറ്റ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും ലാലേട്ട? എല്ലാം ലാലേട്ടന്റെ കുട്ടികളാണെന്ന് അറിയാം, എന്നാലും എല്ലാം ഓക്കെ. അപ്പോൾ ലാലേട്ട, നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ 39 കഥാപാത്രങ്ങൾ നമ്മൾ 25 മാസ്ക് വെച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 900+ മാസ്കുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 25 പേരെ ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ ഭാഗ്യവതി ലാലേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു ക്യാരക്ടർ കിട്ടുന്ന നമ്മൾ വിചാരിച്ചേ. ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ലോട്ടെടുക്കാം. പ്ലീസ് ലാലേട്ട, പ്ലീസ്. ഒരു പക്ഷേ നിങ്ങളായിരിക്കാം ആ ഒരു ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി. യെസ്, നന്നായി ഷഫിൾ ചെയ്ത്. अरे तू किसको धमकी दे रहा है? अपनी औकात में ना, नहीं तो तेरा बेटा खोल दूंगा मैं. कौन है तू? യെസ്, അപ്പൊ നിങ്ങളുടെ മാസ്കിൽ ഏതാണ് ക്യാരക്ടർ, എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏത് ഇയർ ആണ്, ഏത് സിനിമയാണ്, ലാലേട്ടൻ തന്നെ പറഞ്ഞോളൂ. ലാലേട്ടന്റെ ഏറ്റവും ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണിത്. മണിച്ചിത്രത്താഴ് 1993. ആ ക്യാരക്ടേഴ്സ് ഉള്ളവർക്കായിരിക്കും സമ്മാനം. ഇതിന് ശേഷം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. സോ ഒരിക്കൽ കൂടെ ലാലേട്ടന് ഒരു വലിയ കൈഡി നമ്മൾ കൊടുക്കുകയാണ്. ആൻഡ് മൂവിംഗ് ഓൺ, അടുത്തതായിട്ട് നമ്മളിനി ഒരു സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മളൊരു ഫെസ്റ്റീവ് സീസൺ ആയിട്ട് തന്നെ സ്വയംവര ഒരുപാട് സ്പെഷ്യൽ സ്കീംസ് ആൻഡ് ഓഫേഴ്സ് ഒരുക്കുന്നുണ്ട്. സോ ഇനി നമ്മൾ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ലോഗോ ലോഞ്ചിലേക്കാണ് സാർ പോകാൻ പോണേ. അത് ലാലേട്ടൻ തന്നെ ചെയ്യണമെന്ന് നമുക്കൊരു ഹംബിൾ റിക്വസ്റ്റ് ഉണ്ട്. സോ മൂവിംഗ് ഓൺ പ്ലീസ്. അക്രോസ് കേരളയാണ്, കൊച്ചി, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, ഇവിടെയെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എൻജോയ് ചെയ്യാം. ആൻഡ് നമ്മുടെ ലോഗോ ലോഞ്ച് ആണ് ലാലേട്ടനാണ് അൺവീൽ ചെയ്യുന്നത്. പ്ലീസ് ഒരു വലിയ കൈഡി ഓൾ ഓഫ് യു. ഓഫ് കോഴ്സ് ഇതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. സ്വയംവര സിൽക്സിലൂടെ നിങ്ങൾക്കായി നമ്മുടെ ലാലേട്ടനാണ് ഇത്തവണത്തെ നമ്മുടെ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഈ ഒരു ലോഗോ ലോഞ്ച് ഔപചാരികമായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. യെസ്, താങ്ക് യു സോ മച്ച് ലാലേട്ട. Yes. All right, thank you. ഇതാണ് ഈ ഒരു വർഷത്തെ നമ്മുടെ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഓഫേഴ്സ് ആണ്. ബമ്പർ പ്രൈസ് ആയിട്ട് നിങ്ങൾക്കായിട്ട് കിൻഡർ, MG ഹെക്ടർ, സ്കൂട്ടർ, TV തുടങ്ങിയ
അടുത്തതായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ലാലേട്ട, ഇവരുടെ കൂടെ ഈ മാസ്ക് വെച്ചിട്ടുള്ള ഇവരുടെ കൂടെ നമ്മുടെ ഒരു സെൽഫി ഒന്ന് നമ്മുടെ കൂടെ പ്ലീസ്. ഫോൺ പ്ലീസ്. किसको धमकी दे रहा है? ഇത്രയും തിരക്കുള്ള നേരത്തിൽ നമ്മളോടൊപ്പം വന്നത് സ്വയംവര ടീമിന്റെ വക ലാലേട്ടനൊരു സർപ്രൈസ് ആണ്. ശങ്കരൻകുട്ടി സർ ആൻഡ് വൈഫ് 39 വർഷങ്ങളായിട്ട് നമ്മുടെ സ്വന്തം ലാലേട്ടൻ നമുക്ക് സമ്മാനിച്ച മികച്ച കഥാപാത്രങ്ങൾ കോർത്തെടുക്കിയിട്ടുള്ള നമ്മുടെ ഒരു സ്നേഹ ആദരവാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് ദിസ് ഈസ് കോൾഡ് ദി വണ്ടേഴ്സ് ഓഫ് ലാലേട്ടൻ. സോ താങ്ക് യു സോ മച്ച് ലാലേട്ട ഫോർ യുവർ വാല്യുബിൾ ടൈം. അറിയാം, ലാലേട്ടൻ കൊച്ചി നഗരത്തിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച സ്വയംവര സിൽക്സിന്റെ ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇനി ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങിലേക്കാണ്. ഒരു വലിയ കൈഡി ടു ലാലേട്ടൻ. പ്ലീസ് all of you, please ഒരു വലിയ കൈഡി കൊടുക്കാം. All of you, we love you ലാലേട്ട. Thank you so much. ശരിക്കും ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് എന്ന് വേണം പറയാനായിട്ട്. ഇതിൽ കൂടുതൽ നമുക്കിനി എന്ത് വേണം അല്ലേ? സത്യല്ലേ? യെസ്. അങ്ങനെ എല്ലാവരുടെയും സ്വപ്ന സാക്ഷാത്കാരമാണ് നമ്മൾ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്തത് എന്ന് വേണം പറയാനായിട്ട്. ഹാപ്പിയാണോ നിങ്ങള്? ഹാപ്പിയാണോ? Are you happy? ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചില്ലേ? സോ നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. എൻജോയ്, ഡു ഷോപ്പ്, എക്സ്പീരിയൻസ് ദിസ് മൊമെന്റ്. ലാലേട്ടനാണ് സ്വയംവര സിൽക്സിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന വേളയിൽ വന്നതും നമുക്കായിട്ട് വണ്ടർഫുൾ മൊമെന്റ്സ് സമ്മാനിച്ചതും. ഹാപ്പിയാണോ? ഓൾറൈറ്റ്. അപ്പോ ലാലേട്ടൻ ഇനി ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് സ്വയംവര സിൽക്സിലേക്ക് കയറാം. ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ട്. സെലക്ഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കൂ, പർച്ചേസ് ചെയ്യൂ. ഹാപ്പി ഷോപ്പിംഗ്, എൻജോയ്. താങ്ക് യു, ലവ് യു ഓൾ. സ്വയംവര സിൽക്സിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങാണ് നിങ്ങളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും കൊച്ചി എന്ന നഗരത്തിൽ ഇത്തരത്തിലുള്ള ഒരു ടെക്സ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ വലിയൊരു ചാലഞ്ചാണ്. പക്ഷെ ആ ഒരു ചാലഞ്ച് ഏറ്റെടുക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ടുള്ള ഒരുപാട് പുതുമയാർന്ന കളക്ഷൻസുമായിട്ടാണ് സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ, കൊട്ടാരക്കര, വർക്കല, ഇപ്പോ കൊച്ചിയിൽ അല്ലെങ്കിൽ കൊച്ചിക്ക് സ്വന്തം. അപ്പൊ ഇതിലും ഈ ഒരു ഇപ്പതാ ഭദ്രദീപം തെളിയിക്കുന്ന ചടങ്ങാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ ഒരു ധന്യമായ മുഹൂർത്തത്തിൽ ഭദ്രദീപം ആളിക്കത്തുന്ന പോലെ സ്വയംവര സിൽക്സ് കൊച്ചി എന്ന നഗരത്തിൽ ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവില്ലേ? ചേട്ടാ, ഡ്രസ് എടുക്കണ്ടേ? ഷർട്ട് എടുക്കണ്ടേ? മുണ്ടെടുക്കണ്ടേ? സ്വയംവരെ കയറിയാൽ മതി. ഓക്കെ. അപ്പോഴേ ഇതെല്ലാം ഒരിക്കൽ കൂടെ പ്രാർത്ഥനയാണെങ്കിലും സപ്പോർട്ടാണെങ്കിലും ഒക്കെ നമുക്ക് ആവശ്യമാണ്. നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കണം. ഞാനുണ്ട്, നിങ്ങളോ? ഇന്ന് ലാലേട്ടൻ പറഞ്ഞു, ലാലേട്ടൻ കേൾക്കണ്ട. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളൊരു ടിക്ടോക്ക് കോൺടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടിക്ടോക്ക് കോൺടെസ്റ്റിൽ വിൻ ചെയ്തിട്ടുള്ള വിന്നർ ആരാണ്? ഫാഷന്റെ ലോകത്തേക്ക് കൊച്ചിയിലേക്ക് സ്വയംവര സിൽക്സിന്റെ 4ാമത്തെ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ മോഹൻലാൽ സ്വയംവര സിൽക്സിന്റെ എടപ്പള്ളിയിലെ ഷോറൂം ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ഈ ഷോറൂമിൽ വിവിധ ഫ്ലോറുകളിൽ അദ്ദേഹം കാഴ്ച കാണുകയാണ്. മറ്റ് മുഖ്യാതിഥികൾക്കൊപ്പം ഫ്ലവേഴ്സ് TV MD ശ്രീകണ്ഠൻ നായർ, മുൻ മന്ത്രിയും കളമശ്ശേരി MLA-യുമായ VK ഇബ്രാഹിം കുഞ്ഞ്, കളമശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ റുഖിയ ജമാൽ, മറ്റ് ചലച്ചിത്ര താരങ്ങളായ ദിനേശ് പണിക്കർ, കിഷോർ സത്യ, സാജൻ സൂര്യ ഉൾപ്പെടെയുള്ളവരും ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. ആദ്യ വിൽപ്പന ചടങ്ങാണിപ്പോൾ നടക്കുന്നത്. സ്വയംവര സിൽക്സിന്റെ MD അഡ്വക്കേറ്റ് R ശങ്കരൻകുട്ടിയിൽ നിന്നും ഫ്ലവേഴ്സ് TV MD ശ്രീകണ്ഠൻ നായർ ആദ്യ വിൽപ്പന ശ്രീകണ്ഠൻ നായർക്ക് നൽകി നിർവഹിച്ചിരിക്കുന്നു. നാല് നിലകളിലായി 40,000 ചതുരശ്ര അടിയിലാണ് സ്വയംവര സിൽക്സിന്റെ കൊച്ചിയിലെ ഷോറൂം പ്രവർത്തിക്കുന്നത്. വെഡ്ഡിംഗ് കളക്ഷൻസ്, ഒപ്പം തന്നെ ഒരു കുടുംബത്തിന് വേണ്ടി, വനിതകൾക്ക്, പുരുഷന്മാർക്ക്, കുട്ടികൾക്ക് വേണ്ടി വിവിധ നിലകൾ സജ്ജമാക്കിയിട്ടുണ്ട്. അല്പസമയം മുൻപാണ് എടപ്പള്ളിയിലെ സ്വയംവര സിൽക്സിന്റെ ഷോറൂം പ്രവർത്തനം തുടങ്ങിയത്. മഹാനടൻ മോഹൻലാൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മഹനീയമായ സദസ്സിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശേഷം അദ്ദേഹം വിവിധ നിലകളിലെ വിവിധ ഷോറൂമുകൾ ഇപ്പോൾ അദ്ദേഹം കണ്ട് വിലയിരുത്തുകയാണ്. മുഖ്യ അതിഥികൾക്കൊപ്പം സ്വയംവര സിൽക്സിന്റെ MD ശ്രീ R ശങ്കരൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മധ്യ കേരളത്തിലേക്ക് ആദ്യമായാണ് സ്വയംവര സിൽക്സ് പ്രവർത്തനം തുടങ്ങിയത്. നേരത്തെ തെക്കൻ കേരളത്തിൽ ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര ഉൾപ്പെടെ 3 ഷോറൂമുകളിലായി പ്രവർത്തിച്ചിരുന്ന സ്വയംവര സിൽക്സ് ഫാഷന്റെ ലോകത്തെ കൊച്ചിയിലേക്ക് ആദ്യമായി ചുവടുവെക്കുന്നു എന്ന പ്രത്യേകതയാണ് ഇപ്പോൾ എടപ്പള്ളിയിൽ മോഹൻലാൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതോടെ കൊച്ചിയിലേക്കും സ്വയംവര സിൽക്സിന്റെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ വെഡ്ഡിംഗ് സെക്ഷനിലാണ് മോഹൻലാൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മോഹൻലാലിനൊപ്പം രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, സിനിമ രംഗത്തെ പ്രമുഖരുൾപ്പെടെ ഈ ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഉദ്ഘാടന കർമ്മം കാണുവാൻ വേണ്ടി എടപ്പള്ളിയിൽ എത്തിയത്. എടപ്പള്ളിയിലെ ലുലു മാളിന് എതിർവശത്തായി 4 നിലകളിലായി 40,000 ചതുരശ്ര അടിയിലാണ് എടപ്പള്ളിയിലെ സ്വയംവര സിൽക്സിന്റെ ഷോറൂം പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. അത്യധികം ആവേശത്തോടുകൂടി നടന്ന ചടങ്ങ് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. സ്വയംവര സിൽക്സിന്റെ എടപ്പള്ളി ഷോറൂമിന്റെ പ്രവർത്തനം. കൊച്ചിക്കാർക്ക് ഏറെ സന്തോഷം നൽകുന്ന വാർത്ത, ഏറെ ആവേശം നൽകുന്ന വാർത്ത. ഫാഷന്റെ ലോകത്തേക്ക്, കൊച്ചിയിലേക്ക് സ്വയംവര സിൽക്സും കൂടി എത്തുന്നു എന്ന ഫാഷൻ പ്രേമികൾക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഈ സമയം പങ്കുവയ്ക്കാനുള്ളത്. ആദ്യ നിലയിൽ വനിതകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക കളക്ഷൻസ്, രണ്ടാം നിലയിൽ വെഡ്ഡിംഗ് കളക്ഷൻസ്, മൂന്നാം നിലയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള കളക്ഷൻസും, നാലാം നിലയിൽ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള കളക്ഷൻസുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ വിശിഷ്ടാതിഥികൾ, മോഹൻലാൽ ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾ വെഡ്ഡിംഗ് കളക്ഷൻ
തുടർന്ന് മോഹൻലാലും ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികളും മൂന്നാം നിലയിലേക്ക്, കുട്ടികളുടെ കളക്ഷൻസ് ഉള്ള മൂന്നാം നിലയിലേക്ക് പ്രവേശിക്കുന്നു. സ്വയംവര സിൽക്സിന്റെ പ്രത്യേകതകളെന്ന് പറയുമ്പോൾ തെക്കൻ കേരളത്തിൽ 4 നൂറ്റാണ്ടോളം ചുവട് വെച്ച ശേഷമാണ് ഇപ്പോൾ കൊച്ചിയിലേക്കും അവർ കാൽ വയ്ക്കുന്നത്. ഒരു പുതിയ ചരിത്രം എഴുതുകയാണ് സ്വയംവര സിൽക്സ്. കൊച്ചിയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു ട്രെൻഡ് സെറ്റേഴ്സ് എന്ന് പറയുന്ന കൊച്ചി എന്ന മഹാനഗരത്തിലേക്ക് സ്വയംവര സിൽക്സ് എത്തുമ്പോൾ യുവാക്കൾക്ക്, പ്രത്യേകിച്ചും ഫാഷൻ ലോകത്തിന് ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാണ്. അപ്പോൾ അദ്ദേഹം കിഡ്സ് ഷോറൂമിൻ്റെ ഉദ്ഘാടന കർമ്മം മോഹൻലാൽ നിർവഹിക്കുന്നു. വേണ്ടി ആയിരക്കണക്കിന് പേരാണ് കൊച്ചിയിൽ തിങ്ങിക്കൂടിയത്. ലാലേട്ടനൊപ്പം, മലയാളത്തിൻ്റെ സ്വന്തം ലാലേട്ടനൊപ്പം രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, ചലച്ചിത്ര രംഗത്തെ ഒട്ടേറെ പ്രമുഖർ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുത്തിരുന്നു. ഫ്ലവേഴ്സ് ടിവി MD ശ്രീ ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെയുള്ളവരുടെ മഹനീയ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. ഇപ്പോൾ കിഡ്സ് ഷോറൂമിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശേഷം മോഹൻലാൽ വേദിയിലേക്ക് എത്തുന്ന കാഴ്ചയാണ്. അത്യധികം ആവേശത്തോടുകൂടി, സന്തോഷത്തോടുകൂടി കൊച്ചിയിലെ ജനങ്ങൾ, കൊച്ചിയിലെ ഫാഷൻ പ്രേമികൾ മോഹൻലാലിനെ എതിരേറ്റിരിക്കുന്നു, സ്വയംവര സിൽക്സിനെ എതിരേറ്റിരിക്കുന്നു. അതിന് തെളിവാണ് ഈ തിങ്ങിക്കൂടിയ ആൾക്കൂട്ടം. ഇപ്പോൾ ഉദ്ഘാടന കർമ്മത്തിന് ശേഷം മോഹൻലാൽ ഇവിടെ കൂടിയിരിക്കുന്ന ഫാഷൻ പ്രേമികളുമായി, അല്ലെങ്കിൽ സ്വയംവര സിൽക്സിൽ എത്തിയിരിക്കുന്ന കസ്റ്റമേഴ്സുമായി അദ്ദേഹം അല്പസമയം ചെലവഴിക്കും, പങ്കിടുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു വലിയൊരു ആവേശത്തിൽ, ത്രില്ലിലാണ് കൊച്ചിയിലെ ജനങ്ങൾ. Inauguration conceptualized by Red Active, event managed by Impresario, agency partner Relations Media. കൊച്ചിക്ക് എല്ലാം ഉണ്ടല്ലേ, കടലുണ്ട്, കായലുണ്ട്, വർണ്ണവിസ്മയങ്ങളുടെ ആഘോഷങ്ങളുണ്ട്. എന്നാൽ കൊച്ചിക്ക് എന്തോ ഒരു കുറവുണ്ടായിരുന്നു. ആ ഒരു കുറവ് ഇന്നത്തെ ഒരു ദിവസത്തോടു കൂടി പരിഹരിക്കപ്പെടുകയാണ്. സ്വയംവര സിൽക്സ് അങ്ങനെ കൊച്ചിയിലും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അറബിക്കടലിന്റെ റാണി ഇനി പട്ടിന്റെ പൂർണ്ണതയിലാണ്. ഇനി ഇവിടെ നമ്മോടുള്ള എല്ലാ ആഘോഷങ്ങളിലും നമുക്കൊപ്പം. അപ്പൊ കേരളത്തിലെ 5ാമത്തെ ഈ ഷോറൂം നമ്മുടെ സ്വന്തം കൊച്ചിയിലേക്ക് എത്തിയിട്ടുള്ള ദിവസമാണ്. സ്വയംവര സിൽക്സിന്, ഈ ഒരു ഷോറൂമിനെ, ഈ ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ നമ്മൾ സ്വയംവരയെ സ്വാഗതം ചെയ്യുന്ന ദിവസമാണ്. ഈ ഒരു സുദിനത്തിന്റെ മാറ്റ് കൂട്ടിക്കൊണ്ട് സ്വയംവര സിൽക്സിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ലാലേട്ടനുണ്ട് നമ്മളോടൊപ്പം. നിറഞ്ഞ കൈയിലൂടെ സ്വാഗതം ചെയ്യാം സാക്ഷാൽ ശ്രീ മോഹൻലാൽ. ഒപ്പം ഇന്നത്തെ ഈ ഒരു ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ളത് തന്നെ സ്വയംവര സിൽക്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ്, കുടുംബ സുഹൃത്തുക്കൾ, മറ്റു വിശിഷ്ടാതിഥികൾ, അങ്ങനെ എല്ലാവരും, നമ്മളെല്ലാവരും ചേർന്നിട്ടുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ ഒരു സദസ്സ്, ഒരു കുടുംബ സദസ്സ് എന്നൊക്കെ പറയാവുന്ന ഒരു ദിവസമാണ്. അതിന്റെ ഒപ്പം തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട ഒരുപാട് വിശിഷ്ട അതിഥികൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള കളമശ്ശേരി MLA ശ്രീ BK ഇബ്രാഹിം കുഞ്ഞ്, കളമശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി റുഖിയ ജമാൽ, MD ഫ്ലവേഴ്സ് TV ശ്രീ ശ്രീകണ്ഠൻ നായർ സർ, ബിൽഡിംഗ് ഓണർ അബ്ദുൾ റഹ്മാൻ സർ, വാർഡ് കൗൺസിൽ മാർട്ടിൻ തായങ്കിരി, VA സക്കീർ ഹുസൈൻ CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി, VK ഷാനവാസ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കളമശ്ശേരി, MM ഉല്ലാസ് കുമാർ BJP മണ്ഡലം പ്രസിഡന്റ് കളമശ്ശേരി.
ഒരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ഒന്ന് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷൻ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ ഈ ഒരു സൈഡിൽ നിൽക്കുന്നവർ ഒരു അല്പം ഒന്ന് ബാക്കിലേക്ക് നിൽക്കുകയാണെങ്കിൽ ബാക്കി നിൽക്കുന്നവർക്കൊക്കെ കൃത്യമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ആറ്റിങ്ങലിൽ മൈസെൽഫ് ഫാഷൻ എന്നൊരു ചെറിയ റെഡിമെയ്ഡ് ഷോപ്പിലൂടെ വസ്ത്രവ്യാപാര രംഗത്തേക്ക് കാലെടുത്തു വെച്ച ശ്രീ ആർ ശങ്കരൻകുട്ടി സാർ ആറ്റിങ്ങലും വർക്കലയും കൊട്ടാരക്കരയും കൊല്ലം പാരിപ്പള്ളിയും കടന്ന് ഇപ്പോഴിതാ കൊച്ചിയിലും എത്തി നിൽക്കുകയാണ് സ്വയംവര സിൽക്സ് എന്ന വസ്ത്ര വ്യാപാര ശൃംഖല. സ്വാഗതം ചെയ്യാം സ്വയംവര സിൽക്സ് ശ്രീ ആർ ശങ്കരൻകുട്ടി സാർ. ഒരു സ്ഥാപനത്തിന്റെ ശക്തി അതിന്റെ അമരക്കാരനോടൊപ്പം തന്നെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ജോലിക്കാരാണ്. സോ ഇനി ഇവിടെ നടക്കാൻ പോകുന്ന ചടങ്ങ് സ്വയംവര സ്റ്റാഫ് ചേർന്ന് ലാലേട്ടന് ഒരു സ്നേഹ സമ്മാനം സമ്മാനിക്കുകയാണ്. ഒരു മൊമെന്റോ സമ്മാനിക്കുന്ന ചടങ്ങാണ്. സ്വയംവരയുടെ സ്റ്റാഫ് ചേർന്നാണ് ലാലേട്ടന് ഈ ഒരു സമ്മാനം കൊടുക്കുന്നത്. വെങ്കടേഷ് പോയി കാണാവുന്ന ഒരു സിനിമയായിരിക്കും. അതിനൊരു ഫൺ ഫിലിമാണ്. നമ്മൾ വ്യത്യസ്തമായ പ്രമേയമാണ്, പക്ഷെ അതിനുള്ളിൽ ഒരു മെസ്സേജ് ഉണ്ട്. എപ്പോഴും സിനിമ അങ്ങനെ ആയിരിക്കണം.
നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും വി ഷുഡ് ക്യാരി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സിനിമയിലൂടെ നമ്മൾ വലിയ ഒരു വിഷയം വളരെ നർമ്മത്തോടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ലിറ്റുമാണി വരും ചെയ്യുന്ന കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമായ സിനിമയായി മാറട്ടെ. ഈ മാർഗംകളിയുടെ കോസ്റ്റ്യൂം ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇട്ടിട്ടുണ്ടോ? ഇല്ല. കിട്ടിമാണിക്ക് വേണ്ടിയാണ്. താഴെ സംസാരിച്ചു. സ്വയംവരം എന്ന് പറയുന്നത് എൻ്റെ പുരാണങ്ങളിലൊക്കെ വളരെ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കുന്നതാണ്. തീർച്ചയായിട്ടും സ്വയംവരം പോലെ വളരെ മനോഹരമായ ഒരു ശ്രേഷ്ഠമായ കഥയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പുരുഷനെ ഒരുപാട് പേരിൽ നിന്ന് തിരഞ്ഞെടുക്കുക. സ്വയംവര സിൽസിലും അത്തരത്തിലുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരുപാട് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സൗകര്യം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഏറ്റവും മനോഹരമായിട്ട് സ്വയംവര സിൽസ് ചെയ്യട്ടെ, ചെയ്യും. സ്വയംവര സിൽക്സ് ഇന്ന് അറബിക്കടലിന്റെ റാണിക്ക് സ്വന്തമാകുന്ന ഈ ഒരു സുദിനത്തിൽ ഒരുപാട് മത്സരങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോ സ്വയംവര മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണമാണ് ഇനി നടക്കാൻ പോകുന്നത്. സ്വയംവര കോൺടെസ്റ്റ് വിന്നർ നവാസ് ആൻഡ് ഫാമിലി. നല്ലൊരു കൈയടി കൊടുക്കാം നവാസ് ആൻഡ് ഫാമിലിക്ക്. നല്ലൊരു കൈയ്യടി കൊടുക്കാം നവാസ് ആൻഡ് ഫാമിലിക്ക്. ലാലേട്ടൻ സ്വയംവര സിൽക്സിന്റെ ആ ഗിഫ്റ്റ് സമ്മാനിക്കുകയാണ്. സോ സ്വയംവര സിൽക്സിന്റെ മറ്റ് കോൺടെസ്റ്റുകൾ സൂപ്പർ ഹിറ്റ്സ് റെഡ് FM 93.5 അക്രോസ് കേരള കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്നും നമ്മളൊരു വിന്നറെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ശ്രീ ഉണ്ണി വിശ്വനാഥ്. ഉണ്ണി വിശ്വനാഥ്. സ്വയംവര സിൽക്സിന്റെ ഇനാഗ്രേഷനോടനുബന്ധിച്ച് സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് FM അക്രോസ് കേരള ചരിത്രം എന്നൊരു കോൺടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മത്സര വിജയി ഉണ്ണി വിശ്വനാഥ്. സോ സ്വയംവര സിൽക്സ് ആൻഡ് റെഡ് FM കോൺടെസ്റ്റ് വിന്നർ ഉണ്ണി വിശ്വനാഥിന് ലാലേട്ടൻ സമ്മാനം കൈമാറുകയാണ്. നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഇപ്പോൾ സ്വയംവര സിൽക്സിൻ്റെ 4ാമത്തെ ഷോറൂം ഇടപ്പള്ളിയിൽ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മോഹൻലാൽ, മലയാളത്തിൻ്റെ സ്വന്തം ലാലേട്ടൻ, കൊച്ചിയിലെ സ്വയംവര സിൽക്സിൻ്റെ കസ്റ്റമേഴ്സുമായി അല്പസമയം ചെലവഴിച്ച രംഗങ്ങളാണ് കണ്ടത്. സ്വയംവര സിൽക്സിൽ ഇന്നത്തെ ആദ്യ വിൽപ്പനയിൽ ആദ്യ ദിവസത്തെ ചടങ്ങുകളിൽ പങ്കെടുത്തവർക്ക് വേണ്ടി ഗിഫ്റ്റുകൾ ഉൾപ്പെടെ ഇവർ ഏർപ്പെടുത്തിയിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് മോഹൻലാലിനെ കാണുവാൻ, ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കാണുന്നതിന് വേണ്ടി കൊച്ചിയിൽ ഇടപ്പള്ളിയിലെ ഷോറൂമിൽ തിങ്ങിക്കൂടിയത്. മോഹൻലാലിൻ്റെ വിവിധ സിനിമകളിലെ പകർപ്പുകൾ, മുഖഛായകൾ, മുഖംമൂടികൾ ധരിച്ചുകൊണ്ടാണ് ആരാധകർ സ്വയംവര സിൽക്സിന് മുന്നിലെത്തിയത്. അത്യധികം ആവേശം നിറഞ്ഞ കൊച്ചിക്ക് ഒരു പുതിയൊരു അനുഭവം, വസ്ത്ര വൈവിധ്യങ്ങളുടെ ഒരു അനുഭവം പകരുന്നതിന് വേണ്ടി സ്വയംവര സിൽക്സ് ഇടപ്പള്ളിയിലേക്ക് കൂടി, മധ്യ കേരളത്തിൽ കൂടി എത്തിയിരിക്കുന്നു എന്ന വലിയൊരു പ്രത്യേകതയാണ് ഇന്നത്തെ ഈ ദിവസത്തിന് ഉള്ളത്. കൊച്ചിയെ സംബന്ധിച്ച്, കൊച്ചിയിലെ ഫാഷൻ പ്രേമികളെ സംബന്ധിച്ച് ഏറെ ആവേശം നൽകുന്ന, ഏറെ സന്തോഷം പകരുന്ന ഒരു മുഹൂർത്തമാണ് അല്പസമയം മുൻപ് ഉദ്ഘാടന കർമ്മത്തിലൂടെ മോഹൻലാൽ നിർവഹിച്ചിരിക്കുന്നത്. ലാലേട്ടനെ കൂടാതെ ചലച്ചിത്ര രംഗത്തെ ഒട്ടേറെ പ്രമുഖർ നമ്മൾ നേരത്തെ കണ്ടു. ദിനേശ് പണിക്കർ, സാജൻ സൂര്യ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ, രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ ഉൾപ്പെടെ ഈ ചടങ്ങിൽ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ
ഷോറൂമിൻ്റെ 3-ാം നിലയിൽ കിഡ്സ് ഷോറൂമിൽ ഈ കസ്റ്റമേഴ്സുമായി സ്വയംവര സിൽക്സിൻ്റെ കുടുംബാംഗങ്ങളുമായി അല്പസമയം ചെലവഴിച്ച ശേഷം ഒരു ചെറിയ ഇൻട്രാക്ഷൻ നടത്തിയ ശേഷം ഇപ്പോൾ അദ്ദേഹം ഫോട്ടോഷൂട്ടിലാണ് ഏർപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സ്വയംവര സിൽക്സിൻ്റെ MD അഡ്വക്കേറ്റ് ആർ ശങ്കരൻകുട്ടി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തോടൊപ്പം സമയം പങ്കിടുന്ന കാഴ്ചകൾ. എന്തായാലും മധ്യ കേരളത്തിലേക്ക് സ്വയംവര സിൽക്സ് എത്തുമ്പോൾ സ്വയംവര സിൽക്സിൻ്റെ 4ാമത്തെ ഷോറൂം കൊച്ചിയിലേക്ക് എത്തുന്നു എന്ന വലിയൊരു പ്രത്യേകത. 25 വർഷ കാലഘട്ടത്തിലെ ചരിത്രം പേറുന്ന സ്വയംവര സിൽക്സ് ആറ്റിങ്ങലിൽ തുടങ്ങി കൊട്ടാരക്കര, വർക്കല, പിന്നിട്ട് കൊച്ചിയിലേക്ക് എടപ്പള്ളിയിലേക്ക് കൂടി എത്തിയിരിക്കുന്നു. എടപ്പള്ളിയിലെ ലുലു മാളിന് നേരെ എതിർവശത്തായി സ്വയംവര സിൽക്സിൻ്റെ 4 നിലകളുള്ള 40,000 ചതുരശ്ര അടിയുള്ള ബൃഹത്തായ ഷോറൂമിൻ്റെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. അല്പസമയം മുൻപ് മലയാളത്തിൻ്റെ മഹാനടൻ ശ്രീ മോഹൻലാൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശേഷം ഇപ്പോൾ അദ്ദേഹം വിവിധ നിലകളിൽ വസ്ത്രവൈവിധ്യങ്ങൾ കാണുന്നു. അതിനുശേഷം ചെറിയൊരു ഇൻട്രാക്ഷൻ ഫോട്ടോ സെക്ഷനും കഴിഞ്ഞ് ഇപ്പോൾ വലിയ ആവേശത്തോടു കൂടി കൊച്ചി നഗരം സ്വയംവര സിൽക്സിനെ എതിരേറ്റതിൻ്റെ കാഴ്ചയാണ് കണ്ടത്.